ഈശ്വംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ. ഈശോ നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്കിന്ന് വിശുദ്ധ പൗലോസ് 1 തിമോത്തിയോസിലേക്ക് എഴുതിയ 6 അധ്യായത്തിലെ 6 മുതൽ 9 വരെയുള്ള തിരുവചനം വായിക്കാം. വചനത്തിൽ എങ്ങനെ എഴുതപ്പെടുന്നു? ഉള്ളത് കൊണ്ട് തൃപ്തി അടയുന്നവന് ദൈവഭക്തി വലിയൊരു നേട്ടമാണ്. കാരണം നാം ഈ ലോകത്തിലേക്ക് ഒന്നും കൊണ്ടുവന്നില്ല. ഇവിടെ നിന്ന് ഒന്ന് കൊണ്ടുപോകാനും നമുക്ക് സാധിക്കുകയില്ല. ഭക്ഷണവും വസ്ത്രവും ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് തൃപ്തിപ്പെടാം. ധനവാന്മാരാകണമെന്ന് ആഗ്രഹിക്കുന്നവർ പ്രലോഭനത്തിലും കെണിയിലും മനുഷ്യനെ അധപതനത്തിലേക്കും നാശത്തിലേക്കും തള്ളിയിടുന്ന നിരവധി വ്യാമോഹങ്ങളിലും നിബന്ധിക്കുന്നു. എന്തെന്നാൽ ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. പ്രൈസ് ദി ലോർഡ്. പഴയ നിയമത്തിലെ സംഖ്യയുടെ പുസ്തകത്തിലെ 11 അധ്യായത്തിലെ 34 തിരുവചനം ഇങ്ങനെ പറയുന്നുണ്ട്: അത്യാഗ്രഹികളെ സംസ്കരിച്ചത് കൊണ്ട് ആ സ്ഥലത്തിന് കിബ്രോത്ത് ഹത്താവ എന്ന് പേരിട്ടു. കാരണം അത്യാഗ്രഹങ്ങളായത് പഴയ നിയമത്തിൽ നമുക്ക് വായിച്ചാൽ, പ്രത്യേകിച്ച് ഉൽപ്പത്തി പുസ്തകത്തിലും പുറപ്പാട് പുസ്തകമൊക്കെ കാണാൻ സാധിക്കും. അത്യാഗ്രഹത്തിൻ്റെതായ വലിയൊരു ഇസ്രായേൽ വംശത്തിൻ്റെതായ അവസ്ഥകളിൽ കൂടെ മനുഷ്യൻ കടന്നുപോയതൊക്കെ നമുക്ക് വായിക്കാൻ മനസ്സിലാക്കാൻ സാധിക്കും. സീനായ് മലയുടെ അടിവാരത്തു നിന്ന് യാത്ര പുറപ്പെട്ട ഇസ്രായേൽ ജനം ആദ്യമായി താവളമടിച്ച സ്ഥലമാണ് ഈ പേരിൽ അറിയപ്പെടുന്നത്. ഇസ്രായേൽ ജനത്തിൻ്റെ അനുഭവം തലമുറ തോറും ഒരു പാഠവും താക്കീതുമായിരിക്കാൻ സഹായിക്കുന്നതാണ് കിബ്രോത്ത് ഹത്താവ എന്ന പേര്. ദൈവത്തിൻ്റെ കരുതലും അനേകം തവണ അറിഞ്ഞവരാണ് ഇസ്രായേൽ ജനക്കാർ. സീനാൻ മലയിൽ വെച്ച് ദൈവം അവരുമായി ഒരു ഉടമ്പടി ചെയ്തു. അവർ ദൈവത്തിൻ്റെ ജനമായി ദൈവത്തെ എന്നും അനുസ്മരിക്കാമെന്നും ജനവും അവരെ എന്നും സംരക്ഷിക്കാമെന്നും ദൈവവും വാഗ്ദാനം ചെയ്തു. ദൈവം വാക്ക് പാലിച്ചു. മരുഭൂമിയിൽ അവരെ വഴി നയിച്ചു, മന്ന നൽകി പരിപാലിച്ചു. പക്ഷേ ജനം വാക്ക് പാലിച്ചില്ല. അവർ ദൈവത്തിനെതിരെ പീറിപ്പെറുത്തു. നമുക്ക് എപ്പോഴുള്ളതാണ് പീറിപ്പെറുക്കൽ. മരുഭൂമിയിൽ അനുദിനം സൗജന്യമായി ലഭിച്ചിരുന്ന മന്ന ആദ്യം കിട്ടിയപ്പോൾ അത് ഏറെ സന്തോഷത്തോടെ വാരിക്കൂട്ടി അവർക്ക് സാവകാശം മന്നയുടെ രുചി പിടിക്കാതായി. ഞങ്ങളിൽ പ്രാണൻ പോകുന്നു, ഈ മന്നയല്ലാതെ മറ്റൊന്നും ഇവിടെ കാണാനില്ല. സംഖ്യയുടെ പുസ്തകത്തിൽ പറയുന്ന 16-ാം തീയതിയിൽ പറയുന്നുണ്ട്: ഈ വിലക്കപ്പെട്ട അപ്പം തിന്ന് ഞങ്ങൾ മടുത്തു. ദൈവം സ്വർഗത്തിൽ നിന്ന് പൊഴിച്ച മാലാഹമാരുടെ അപ്പം അവർക്ക് ഇഷ്ടമില്ലാത്ത അപ്പമാക്കി മാറ്റി. കൂടുതൽ രുചികരമായ ഭക്ഷണം വേണം, ആരാണ് ഞങ്ങൾക്ക് മാംസം തരിക? അവർ വിലപിച്ചു. ദൈവം നൽകിയ ദാനങ്ങളെല്ലാം അവർ പെട്ടെന്ന് മറന്നുപോയി. നേരിട്ട് കണ്ട അവിടുത്തെ അത്ഭുത പ്രവർത്തനങ്ങളും മഹത്വവും അവർ മറന്നു. 4 നൂറ്റാണ്ട് ദീർഘിച്ച അടിമത്തത്തിൻ്റെ ക്രൂരതയും ഫറവോയുടെ ഇഷ്ടകളത്തിൽ ഒഴുക്കിയ വിയർപ്പും ഉയർന്ന നെടുവീർപ്പും നിലവിളിയും എല്ലാം അവർ മറന്നു. അന്ന് കിട്ടിയിരുന്ന ഇറച്ചിയും പച്ചക്കറികളും മനസ്സിൽ തെളിഞ്ഞു വന്നു. നാവിൽ വെള്ളം മൂറി. ഞങ്ങൾക്ക് ഭക്ഷിക്കാൻ മാംസം വേണം. ഒന്നടക്കം ജനങ്ങൾ വിളിച്ചു പറഞ്ഞു: ഞങ്ങൾക്ക് ഭക്ഷിക്കാൻ മാംസം വേണം. വിശപ്പടക്കാൻ ദൈവം സമൃദ്ധമായി നൽകിയ ദാനം കൊണ്ട് തൃപ്തിയോടാതെ വിലപിച്ചവർക്ക് ദൈവം മറുപടി നൽകി: കർത്താവ് നിങ്ങൾക്ക് മാംസം തരും, നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യും. മൂക്കിലൂടെ പുറത്തു വന്ന് ഓക്കാനം വരുന്നതുവരെ 1 മാസത്തേക്ക് നിങ്ങളത് തിന്നും. സംഖ്യയുടെ പുസ്തകം എഴുതി വെച്ചിരിക്കുകയാണ്. 11-ാം തീയതിയിൽ 18 മുതൽ 20 തിരുവചനങ്ങൾ എഴുതി വെച്ചിരിക്കുകയാണ്. ഓക്കാനം വരുന്നത് വരെ 1 മാസത്തേക്ക് നിങ്ങൾ അത് തിന്നും. കർത്താവ് വാക്ക് പാലിച്ചു. കടൽക്കാറ്റിൻ്റെ ചെറിയിൽ കാടപ്പക്ഷികൾ കൂട്ടം കൂട്ടമായി വന്ന് പാളയത്തിന് ചുറ്റും വീണു. ഇറച്ചി കൊതിയന്മാർ കാടപ്പക്ഷികളെ വാരിക്കൊട്ടി കൊന്നു തിന്നു. ഛർദിച്ച് ആ ഛർദിയിൽ കിടന്നു തന്നെ അവർ മരിച്ചു. ഇറച്ചി ഭക്ഷിച്ചു കൊണ്ടിരിക്കെ തന്നെ കർത്താവിൻ്റെ കോപം ജനത്തിനെതിരെ ആളിക്കത്തി. ഒരു മഹാമാരി അയച്ച് അവിടുന്ന് അവരെ ശിക്ഷിച്ചു. ആർത്തി തീർത്ത ശവപ്പറമ്പെന്ന് ആ സ്ഥലം അറിയപ്പെട്ടു. അതാണ് ഞാൻ പറഞ്ഞ കിബ്രോത്ത് ഹത്താവ.
എന്നും പ്രസക്തമായൊരു പാഠമാണ് ഈ സംഭവം സ്ഥലപ്പേരും നൽകുന്നത്. ലഭിച്ചിരിക്കുന്ന ദാനങ്ങളെ വിലമതിക്കാനും നന്ദിയോടെ മതി എന്ന് പറയാനും കഴിയാത്തവർക്ക് ഒരിക്കലും സന്തോഷം ലഭിക്കില്ല. ജീവിതകാലം മുഴുവൻ എന്നും നമ്മൾ വിലപിച്ചുകൊണ്ടിരിക്കും. എത്ര കിട്ടിയാലും മതിയാവില്ല. എപ്പോഴും നമ്മൾ കിട്ടിയതിനെ കുറിച്ച് നന്ദി നമ്മുടെ ഹൃദയത്തിനുള്ളിലുണ്ടാവില്ല. ഈ ജീവിതം പോലും ദൈവം ദാനമാണെന്ന് തിരിച്ചറിയാൻ നോക്കില്ല. കിട്ടാത്തതിനെ കുറിച്ച് എപ്പോഴും പരിതപിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നൊരു അവസ്ഥയാണ് മനുഷ്യവംശം അല്ലെങ്കിൽ മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത്. അത് എത്ര കിട്ടിയാലും തൃപ്തിവതയുള്ള വീണ്ടും സമ്പാദിക്കാനും ആസ്വദിക്കാനുള്ള ദാഹം, വീണ്ടും സമ്പാദിക്കാനുള്ള ഒരു എപ്പോഴും ത്വര, ഒരു മാറാരോഗം പോലെ അവരെ വേട്ടയാടും. നമ്മുടെ സമൂഹത്തെയും ഈ രോഗം ബാധിച്ചിരിക്കില്ലേ? വിശപ്പടങ്ങിയാൽ പോരാ, വിശിഷ്ട വിഭവങ്ങൾ തന്നെ വേണം. ആഹാരം, വസ്ത്രം, പാർപ്പിടം, യാത്രാ സൗകര്യങ്ങൾ മുതലായവയിൽ തുടങ്ങുന്ന ചെറിയ ആവശ്യങ്ങൾ. ബസ്സിൽ പോയാൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും, കാറിൽ പോയാലും യാത്ര ചെയ്യാൻ പറ്റും, ഓട്ടോയിൽ പോയാലും യാത്ര ചെയ്യാൻ പറ്റും. പക്ഷെ കാറിൻ്റെ വാല്യൂ ഇപ്പം നമുക്കറിയാം. ഓരോ വ്യക്തികളെയും മറ്റൊന്നും പ്രതിപാദിക്കുന്നില്ല, അത് കൃഷിയായിട്ട് മാറും. ആ കാറിൻ്റെ വില, കാരണം നമുക്ക് ഏത് വണ്ടിയിലിരുന്നാലും ലക്ഷ്യസ്ഥാനം തന്നെ കൊണ്ടെത്തുള്ളൂ. പക്ഷേ എത്രയോ വില പിടിച്ച വണ്ടികളാണ് ഓരോരുത്തരും വാങ്ങിക്കൂട്ടുന്നത്. അപ്പോൾ അങ്ങനെ ആർത്തിപ്പെരുമ്പാമ്പ് വ്യക്തികളെയും സമൂഹത്തെയും ചുറ്റി പിരിഞ്ഞ് വിഴുങ്ങുകയാണ് ചെയ്യുന്നത്. അവസാനം ആർത്തി തന്നെ ശിക്ഷയായി അവർക്ക് ശവപ്പറമ്പായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. അതാണ് സത്യം നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവരുടെ ഭക്ഷണം അധികം കഴിച്ചുണ്ടാവും. ഭാരിച്ച് ശരീരത്തെ താങ്ങാൻ കാലുകൾക്ക് ബലം പോരാതെ വരുന്നു. ലഹരിയിലും മയക്കുമരുന്നിലും സന്തോഷം നേടുന്നവർക്ക് അത് തന്നെ മരണക്കെണിയായിത്തീരുന്നു. പരിപാവനമായ ലൈംഗികത ഭോഗശക്തിയായി മാറുമ്പോൾ ചികിത്സയില്ലാതെ മാറിയ രോഗങ്ങൾ സമ്മാനിക്കുന്നു. ഭൂമിയിലെ സകല വിഭവങ്ങളും മത്സരബുദ്ധിയോടെ ചുരുക്കം പേർ വാരിക്കൂട്ടി സ്വന്തമാക്കുമ്പോൾ ബഹുഭൂരിഭാഗവും പട്ടിണിയിലേക്കും വിഷമത്തിലേക്കും കടന്നു പോകുന്നു. ധനം പെരുകുന്നതിനനുസരിച്ച് സന്തോഷം സമാധാനവും പെരുകുന്നില്ല. പറയുമുള്ളവരെ, അസംതൃപ്തിയും അസ്വസ്ഥതയുമാണ് വർദ്ധിക്കുന്നതെന്ന് അനുഭവം നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ധനമോഹത്തിനനുസരിച്ച് ആ മോഹം കൂടുമ്പോൾ എന്തുണ്ടാവുന്നു? നമുക്ക് അസംതൃപ്തി, വിഷമങ്ങൾ, ടെൻഷൻ ഇതെല്ലാം നമുക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അമിതാഹാരം എന്തുണ്ടാവുന്നു? രോഗം വരുത്തുന്നു. ധനമോഹം അക്രമത്തിന് വഴി തെളിയിക്കുന്നു. ധൂർത്ത്, കടബാധ്യതയും അവസാനം ആത്മഹത്യയിലേക്ക് നമ്മളെ നയിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധമായ വിവാഹബന്ധത്തിന് പുറത്ത് ലൈംഗികബന്ധം തേടുന്നവർ കൂടുതൽ നികൃഷ്ടമായ വൈകൃതങ്ങളിലേക്ക് ജീവിതം കൂപ്പുകുത്തുന്നു. എന്ത് കിട്ടിയാലും അനുഭവിച്ചാലും തൃപ്തി വരാതെ ഉപ്പുവെള്ളം കുടിക്കുന്ന ആഹാരത്തിനെ പോലെ നശിച്ചു പോകുന്നു ഓരോ വ്യക്തികളുടെയും ജീവിതം. പല രീതിയിലുള്ള ആർത്തികളാണ്, പല രീതിയിലുള്ള അവസ്ഥകളാണ്. കിബ്രത്ത് ഹത്താവ നൽകുന്ന പാഠം വിശുദ്ധ പൗലോസ് ചുരുക്കി പറയുന്ന ഇപ്രകാരമാണ്: ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയൊരു നേട്ടമാണ്. വ്യക്തമായിട്ട് കേൾക്കുക. എന്നാണ് പറഞ്ഞത്? ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയൊരു നേട്ടമാണ്. ഭക്ഷണവും വസ്ത്രവും ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് തൃപ്തിപ്പെടാൻ സാധിക്കും. ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. ഈ ലോകത്തിലുള്ള എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം ഏതാണ്? ധനമോഹമാണ്. ഈ ലോകത്തിലെ സമ്പത്തിൻ്റെ ഉടയവനാര? സാത്താനാണ്. അപ്പോൾ ഈ നമ്മൾ ധനത്തെ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ഒരുപാട് നമ്മൾ ആഗ്രഹിച്ചാൽ നമ്മൾ തിന്മയിലെ നശിച്ചു പോകാനുള്ളൊരു സാധ്യതയാണ്. അപ്പോൾ ധനമോഹത്തെ നമ്മൾ വിട്ടുമാറ്റുക. നമുക്ക് ആഗ്രഹിക്കാം, നമുക്ക് പലതും വേണം, ഈ ജീവിതത്തിൽ ജീവിക്കണമെങ്കിൽ നമുക്ക് പലതും വേണം. പക്ഷേ അനാവശ്യമായ ആഗ്രഹങ്ങൾ നമ്മുടെ ആത്മാവിനെ നശിപ്പിക്കാനേ ഉപകരിക്കുള്ളൂ എന്നുള്ള സത്യം വിശുദ്ധ പൗലോസിലൂടെ നമുക്ക് മനസ്സിലാക്കി തന്നു. അതുകൊണ്ടാണ് സംഖ്യയുടെ പുസ്തകത്തിൽ ആ വാക്ക് നമ്മൾ അത്യാഗ്രഹികളെ സംസ്കരിച്ചത് കൊണ്ട് ആ സ്ഥലത്തിന് കിബ്രോത്ത് ഹത്താവ എന്ന് പേരിട്ട ആ വലിയ വചനം സംഖ്യയുടെ പുസ്തകത്തിലെ 11-ാം അധ്യായത്തിൽ 34-ാം വചനത്തിൽ എഴുതി വച്ചിരിക്കുന്നു. നമുക്ക് വൃത്തികൊട്ടെടുക്കാം. കർത്താവേ, ധനമോഹമാണ് എല്ലാ അവസ്ഥകളുടെ അടിസ്ഥാന കാരണം എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടത് രക്ഷയാണ്, ഞങ്ങൾക്ക് വേണ്ടത് നിൻ്റെ വചനമാണ്. ആ വചനത്തിൽ കൂടി സഞ്ചരിക്കാനും വചനത്തെ മുറുകെ പിടിച്ച് ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിൻ്റെ വചനത്തിൽ കൂടെ മനസ്സിലാക്കി
അതിൻ്റെ അഭിഷേകം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. കർത്താവെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ.